ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു. പ്രൊഫഷൻ വേറെ ആണെന്നോ അതാണ് ഉദ്ദേശിച്ചത്. വേറെ പ്രൊഫഷനിലുള്ളവർ ഇവരുടെ ഈ ഒരു സംഭവത്തിന്റെ ട്രീറ്റ്മെന്റ് എടുത്തു, അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഈ ചാനലിലൂടെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കന്നഡ ഇല്ലാതെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ പറ, കൊള്ളാമോ? ചുമ്മാ ചെയ്താട്ടോ, വെറുതെ പ്ലെയിൻ ക്ലാസ്സാണ്. പിന്നെ വേറൊരു കാര്യം, ഇതിപ്പോൾ നമ്മുടെ കുറച്ച് പേര് അയച്ചു തന്നിട്ടുള്ളതാണ്. നമ്മുടെ മൈ വേ ബൈ കല്യാണി, നമ്മുടെ എന്ന് പറയുന്നത് കോണ്ടന്റിനെ കുറിച്ച് പറയുന്ന കേട്ടോ. അതായത് മൈ വേ ബൈ കല്യാണി എന്ന് എൻ്റെ ആരുമയൊന്നുമല്ല. കുറച്ച് കാലത്തിന് മുമ്പ്, ഏതാണ്ട് 8-10 മാസത്തിന് മുമ്പ് ഒരു വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടായ സമയത്ത് അന്ന് കുറേയധികം വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ. പുള്ളിക്കാരിയുടെ കാര്യം സംസാരിച്ചതിനകത്ത് ബ്യൂട്ടി വ്ളോഗേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൻ്റെ അന്ന് ചില ഭീഷണികൾ, ചില കേസ് കൊടുക്കൽ പ്രശ്നങ്ങൾ, ചില പരിപാടികളൊക്കെ അന്ന് നടന്നു. ഓക്കെ, ഞാനതൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ ആ സെൻസിൽ കണ്ടതങ്ങ് വിടുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഒരു കേസിൻ്റെ അകത്ത് ഇവിടെ നമുക്ക് ഒരു സോഷ്യൽ മെസ്സേജ് ഇതിനകത്തുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ കണ്ടന്റ് എടുക്കുന്നത്. സ്ട്രൈക്ക് മറ്റത് മറിച്ചതുമായിട്ടൊക്കെ വരുവാണെങ്കിൽ വിമർശനങ്ങളെ അങ്ങനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റാത്ത, അതിനുശേഷം വരുന്ന എന്ത് പരിപാടി വന്നിരുന്നാലും അതങ്ങ് വരട്ടെ. അപ്പം നോക്കാം എന്താണ് പുള്ളിക്കാരത്തേക്ക് പറ്റിയെന്നുള്ള കാര്യം നോക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആദ്യം കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേൾക്കുക, കേട്ടതിന് ശേഷം നിങ്ങൾ വിലയിരുത്തുക, പറയുക. ഇന്ന് രാവിലെ അപ്പുക്കുട്ടന് സ്കൂൾ അവധിയാണ്. പക്ഷെ സീച്ചറിന് ജോലിക്ക് പോകണം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ രാവിലെ മുടിയൊക്കെ കെട്ടി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി അടുക്കളയിലോട്ട് കയറി കേട്ടോ. നമുക്ക് എളുപ്പപ്പണിക്ക് ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ പുട്ടെല്ലാം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി ഇട്ടു. ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കാൻ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനം. 100% ഞാൻ യോജിക്കുന്നു. നമ്മുടെ മുഖത്ത് ഒരു പാടുണ്ടായപ്പോൾ സ്വന്തമായി ചികിത്സിക്കാതെ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ സഹായം തേടാം എന്ന് ഞാൻ വിചാരിച്ച് തിരുവനന്തപുരത്ത് കുറവൻകോണത്തുള്ള ഒരു ക്ലിനിക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മൈ ബേ വൈ കല്യാണി, അതിനകത്ത് തെറ്റും ഓക്കെ, കല്യാണി ആ പറഞ്ഞതിനെ 100% ഞാൻ യോജിക്കുന്നു. ഇത് തന്നെ അല്ലേ ഞാൻ അന്ന് ആ വീഡിയോയിലൊക്കെ പറഞ്ഞത്. ഈ മുഖം വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഏരിയയാണ്. കണ്ട കമ്പനിക്കാരന്മാർ പ്രൊമോഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തരുന്ന എല്ലാ സാധനങ്ങളും ഈ ആൾക്കാരോടത്ത് വാരി പൊത്തിക്കോ, താഴെ ലിങ്ക് കമൻറ്റ് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നു. നോട്ട് ഓൺലി കല്യാണി, ഒരുപാട് പേർ അവർക്ക് വരുമാനം കിട്ടുന്നു, ഒരുപാട് പൈസ അതിനകത്ത് നിന്ന് പ്രതിഫലം കിട്ടുന്ന ഒറ്റ കാരണം കൊണ്ട് ഈ പറയുന്ന സാധനങ്ങളെല്ലാം സാധാരണക്കാരായിട്ട് ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിച്ച് അവരുടെ മുഖത്ത് ഉപയോഗിപ്പിച്ചിട്ട്, ഞാൻ തന്നെ എത്രയോ വീഡിയോസ്, എത്രയോ ആൾക്കാർ അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ചിലരുടെ കിഡ്നിക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്ന് മുഖത്തിൻ്റെ കോലം തന്നെ മാറിയ ആൾക്കാർ, ഇങ്ങനെ ഒരുപാട് പേരുടെ കാര്യങ്ങളൊക്കെ എൻ്റെയൊക്കെ മുമ്പിൽ വന്ന് ഞാൻ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കാരണം അവരൊക്കെ ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ അവരെല്ലാവരും പറഞ്ഞത്, നിങ്ങൾ പല ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന ക്രീമുകളെല്ലാം മാറി പുരട്ടുമ്പോൾ അതിനകത്തുള്ള പലതരത്തിൽ ലെഡ്, അതുപോലെ തന്നെ മെർക്കുറി, ഈ കണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് പലതരത്തിൽ ഡാമേജ് ഉണ്ടാക്കും, നിങ്ങളുടെ മുഖത്തിനും ഉള്ളിലും പ്രശ്നം ഉണ്ടാക്കും, ആന്തരിക അവയവങ്ങളൊക്കെ ഗുരുതരമായിട്ട് ബാധിക്കും, ഫ്യൂച്ചറിൽ ക്യാൻസറാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ. ഇതെല്ലാം പറഞ്ഞ് ആൾക്കാരെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കുക, ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി സമയത്ത് അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഇന്നിവിടെ വിളമ്പുന്നില്ല. കാരണം ഭയങ്കരമായിട്ടുള്ളൊരു പക വേണമെങ്കിൽ വച്ച് സൂക്ഷിച്ച് എനിക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ചെയ്യാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. ഞാൻ ഒരാളുടെ വിഷമിക്കുന്നൊരവസ്ഥയെ, സാഹചര്യത്തിന് ഞാൻ ഒരിക്കലും അതിനകത്ത് കർമ്മ ഹിറ്റ്സ് അല്ലെങ്കിൽ കർമ്മ ഈസ് ബൂമറാങ് എന്നൊന്നും ഞാൻ പറഞ്ഞ അവർ അപമാനിക്കാനോ വേദനിപ്പിക്കാനോ ഞാൻ തയ്യാറല്ല. ഓക്കെ, ഞാൻ അത്രയും മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, ബാക്കി ഞാൻ പറയുന്നില്ല. പോട്ടെ. അപ്പം ഇവിടെ കല്യാണി പറഞ്ഞ കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഈ കാണുന്ന ആൾക്കാർ എടുക്കണം. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റുകൾ മുഖത്ത് വാരി പൊത്തിയിട്ട് നിങ്ങളങ്ങ് പൊത്തിക്കോ, എന്നിട്ട് അടുത്ത ആഴ്ച വേറെ ഒരു 5 എണ്ണം കൊണ്ടുവരും, അതിൻ്റെ അടുത്തൊരു 10 കൊണ്ടുവരും, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളെല്ലാം വാരി പൊത്തുന്ന ആൾക്കാരെ നിങ്ങളൊക്കെ മടയന്മാരും മണ്ട ശിരോമണികളും ആണെന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. ഓക്കെ, അവസാനം ഈ പറയുന്ന സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പോകുന്നത് എവിടെയാ? വളരെ വെൽ ട്രീറ്റ്മെന്റിനൊക്കെ ഉണ്ട്, പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകും, അവരുടെ മുഖത്തും മറ്റിടത്തും മറിച്ച് പലതൊക്കെ ചെയ്യും. അതിനുശേഷം അവർ രക്ഷപ്പെടും. നിങ്ങളിതൊക്കെ വാങ്ങിച്ച് ചെറിയൊരു എമൗണ്ടിന് എന്നൊക്കെ പറഞ്ഞത് വാങ്ങി പുരട്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പണി വളരെ ഗുരുതരമായിരിക്കും. ഓർത്താ നന്ന് കല്യാണി പറഞ്ഞൊരു കാര്യം ഞാൻ എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ പറഞ്ഞത് ഈ കല്യാണിയാണ് ലോകത്തുള്ള എല്ലാ ഈ ബ്യൂട്ടി ഇപ്പോൾ അവർ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവരെ ഫോളോ ചെയ്യുന്നുമില്ല. പണ്ടൊക്കെ ആ ഒരു വിഷയം നടന്ന സമയത്ത് സംസാരിച്ചു, അത് വിട്ടു. അതിനുശേഷം ഞാൻ അവരുടെ പുറകെ നടക്കുകയോ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല.
ഇന്നാണ് കുറേ ആൾക്കാർ ചിലപ്പോൾ അന്നത്തെ വീഡിയോസ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അയച്ചു തന്നു, ഞാനത് വീഡിയോ ചെയ്യുന്നു. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഇവരെ കുറ്റപ്പെടുത്തി പറയാനല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇന്നും ഇവരിതിപ്പോൾ അതങ്ങനെ ചെയ്യുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർ പറയുന്ന സാധനങ്ങളെല്ലാം നിങ്ങളുടെ മുഖത്ത് വാരി പുരട്ടുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ചിന്തിക്കുക. പണി കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ. ഓക്കെ, സോ ബാക്കി കേൾക്കാം. പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും, നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSഉം MBBSഉം പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഓരോ കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെയും ഒക്കെ, അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ BDS MBBSഉം പഠിച്ചിട്ട് BDSഉം MBBSഉം പഠിച്ചിട്ട് ഡെർമറ്റോളജിയുടെ കോഴ്സ് ചെയ്തോ 3 മാസം? അതെങ്ങനെയാണോ? BDS എന്നുള്ള സംഭവം ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഓക്കെ, MBBS BDS MBBS ചിലപ്പോൾ അറിയുന്നവരുന്ന് കമൻറ്റ്. BDS MBBS അതിനുശേഷം ഡെർമറ്റോളജിയുടെ ഒരു 3 മന്ത്സ് കോഴ്സോ? ഐ ഡോണ്ട് നോ. ഓക്കെ, വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു. അവരുടെ പ്രൊഫഷൻ വേറെ ആണെന്നോ? അതാണ് ഉദ്ദേശിച്ചത്. വേറെ പ്രൊഫഷനിലുള്ളവർ ഇവരുടെ ഈ ഒരു സംഭവത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു, അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ഒരുപാട് മോളിക്യൂൾസ് ആണല്ലോ ഒരു ഫേസ് ക്രീം എന്ന് പറയുന്നതും ഒരു മറ്റേ സൺസ്ക്രീൻ എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ വരുന്നത്. ഈ സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിനുള്ള ക്വാളിഫിക്കേഷൻ എന്താ? ഇത് ഇവരുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് എന്തായിരുന്നാലും മൈവേ കല്യാണി പറയുന്നത് കറക്റ്റാണ്. ബട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ പബ്ലിക്കിലേക്ക് വരുന്ന ഈ പറയുന്ന പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാനുള്ള ഈ നിങ്ങളുടെ പോലുള്ള ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ? ഇത് വാങ്ങുന്ന ആൾക്കാർക്ക് നിങ്ങൾ കൊടുക്കുന്നത് ഒരു പ്രോഡക്റ്റാണ്. ആ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഡാമേജസും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾ മുഖത്ത് വാരി പൂശുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങൾക്കൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്താ? അപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിൻ്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ അപ്പം നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പറായിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പോൾ ബില്ല് അവിടെ നിൽക്കട്ടെ, എൻ്റെ ഫയലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതുവരെ എടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷെ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ടെൻഷനും, എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിക്കാത്ത എൻ്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. പക്ഷെ ഇപ്പം നമ്മൾ ഹീലിംഗ് സെക്ഷനിലൊക്കെ എടുത്തു. അപ്പോൾ ഡോക്ടർ തന്നെ എന്നോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിശ്വസിക്കുന്നതെന്ന്. അങ്ങനെ ഡോക്ടർ ചോദിക്കുന്നതാണ്, എൻ്റെ നല്ലവരായ എന്നെ കാണുന്ന ഈ പ്രിയപ്പെട്ടവരായിട്ടുള്ള ഈ ഓൺലൈൻ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറയുന്ന പല വാഗ്ദാനങ്ങളും കേട്ടിട്ട് മുഖം വെളുപ്പിക്കാനും നിങ്ങളുടെ നിറം വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം ഗ്ലോ ചെയ്യിപ്പിക്കാനും നിങ്ങളെന്തോ ആവും, ആനയാവും, ചേനയാവും, തേങ്ങയാവും, സൂര്യപ്രകാശം നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വഴിമാറി ഓടും എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇത് വാങ്ങുന്ന ആൾക്കാർക്ക് എനിക്ക് നിങ്ങളുടെ ചോദിക്കാൻ ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഡോക്ടർ ചോദിച്ച അതേ ചോദ്യം, നിങ്ങൾക്ക് എന്തിനാണ് ഇവരെയൊക്കെ വിശ്വസിക്കുന്നത്? അഥവാ ഈ പറയുന്ന ഇത്തരം പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ. ഇപ്പം കല്യാണിക്ക് വ്യക്തമായ റീസൺ ഉണ്ട്. പുള്ളിക്കാരത്തി ഒരു സ്ഥലത്തേക്ക് പോയി അവരുടെ മുഖത്തൊരു ബുദ്ധിമുട്ടുണ്ട്. കല്യാണി പോയത് പ്രോപ്പർ വേ ആണ്. ഞാൻ കല്യാണി ഇതിനകത്ത് അപ്രീഷിയേറ്റ് ചെയ്യും. ബിക്കോസ് അവർക്ക് അവരുടെ മുഖത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ ആ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രോപ്പർ ചാനലിൽ ഒരു ഡെർമറ്റോളജിസ്റ്റ്, ഒരു ലീഡിങ് ഏതോ ഒരു ക്ലിനിക്കിൽ പോയി. വളരെ നല്ല കാര്യം. അവിടെ പോയി അതിനുശേഷം അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് കൂടുന്നോ അല്ലെങ്കിൽ അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടായി. ആ ഒരു കാര്യത്തിന് ശേഷം അവർക്കത് സംശയം തോന്നുന്നു. പിന്നെ അന്വേഷിച്ചപ്പോഴേക്കും ഇത് പ്രോപ്പർ ചാനലല്ല. അതിനുശേഷം അന്വേഷിച്ച് കണ്ടെത്തി അവർ തിരിച്ച് ആ ഒരു ഇതിൻ്റെ ഫയൽസും മറ്റുള്ള കാര്യം ചോദിച്ചപ്പോഴും അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ കാര്യം നോക്കിയപ്പോഴും എല്ലാം പകുതിയും ഒക്കെ എന്തൊക്കെയോ അവരെ ചീറ്റ് ചെയ്തു. സീരിയസ്ലി അവരെ ചീറ്റ് ചെയ്തു. ഇതെല്ലാം പറയുന്നത് നമ്മൾ ഈ മറ്റേ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്നുള്ള അവരെ ആ ഗണത്തിലുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞ അതേ സെയിം കാര്യം ഇവിടെ മറ്റൊരു തരത്തിലാണ്. ഒരു സാധാരണ ഒരു മനുഷ്യനുണ്ടാകുന്നൊരു സാഹചര്യമാണ് ഇവിടെ കല്യാണിക്കുണ്ടായിരിക്കുന്നത്. സാഡ്. അത് വളരെ മോശമാണ്. ഒരു എത്തിക്സ് ഇല്ലാത്ത രീതിയിൽ ഒരു സ്ഥാപനം തുറന്നു വെച്ചുകൊണ്ട് അത് കല്യാണി എക്സോർ വൈ ഏതൊരു മനുഷ്യനായിക്കോട്ടെ അവിടെ ആ സ്ഥാപനത്തിലേക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുത്ത ആൾക്കാരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എത്ര ആൾക്കാർ അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരിക്കാനുള്ള വാലിഡായിട്ടൊരു ക്വാളിഫിക്കേഷനോ ഒന്നുമില്ലാതെ എന്തൊക്കെയോ തരത്തിലുള്ള പ്രോഡക്റ്റുകളെല്ലാം ഈ പറഞ്ഞ ആൾക്കാർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവസാനം മൂഞ്ചിക്കുന്നൊരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ് ഈ പറയുന്ന പ്രസ്തുത ക്ലിനിക്ക് നടത്തുന്നുണ്ടെങ്കിൽ അത് എന്ത് തരത്തിലുള്ള സാമൂഹിക പ്രത്യാഘാതം ഉണ്ടാക്കും? എത്രയോ ആൾക്കാർ ഇതിനകം കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. കല്യാണി തന്നിരിക്കുന്നത് ഇതിനകത്ത് സീരിയസ്ലി ഞാൻ പറയാം. അവർ ആ കമൻറ്റിൻ്റെ അകത്ത് അത് ഏത് ക്ലിനിക്കാണെന്ന് കൊടുത്തിട്ടുണ്ട്. സീരിയസ്ലി ബി അവെയർ. നിങ്ങൾ ഒരിക്കലും ഇതിനകത്ത് കുഴി ചെന്ന് പെടാതിരിക്കാൻ.
ഞാൻ പറയുന്നു അവരുടെ അന്ന് ആ ഒരു സമയത്ത് അവരുടെ വീഡിയോസും മറ്റുള്ള കാര്യങ്ങളുടെ അകത്ത് ഉണ്ടായ ഒരു സംഭവങ്ങളൊക്കെ അതവിടെ കഴിഞ്ഞു. ഇതോടെ ഒരിക്കലും അവരെ എനിക്ക് താറടിച്ച് കാണിക്കണമെന്നൊന്നുമില്ല. അന്നത്തെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞു. ബട്ട് ഇന്ന് അവർക്കുണ്ടായിരിക്കുന്ന ഒരാൾക്കുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് അതിനൊരിക്കലും നമ്മൾ കളിയാക്കാനോ പരിഹസിക്കാനോ ഞാനില്ല. എന്തായാലും ഇതിനകത്ത് ഇപ്പോൾ അവർ പറഞ്ഞതിനകത്ത് വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ആ സെൻസിൽ തന്നെ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ഥാപനത്തിൻ്റെ പേര് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. Therefore I am ആണോ ചേച്ചി? എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ളതാ, റിപ്ലൈ തന്നെ പ്ലീസ്. യെസ്, അത് പുള്ളിക്കാരത്തി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ അതിന് യെസ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ സ്ഥാപനത്തിൻ്റെ പേര് പറയണം, എങ്കിലേ സാധാരണക്കാരവിടെ പോയി പറ്റിക്കപ്പെടാതിരിക്കുള്ളൂ. ഞാനിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ മൊത്തത്തിൽ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ മക്കളെ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടാറ്റോ ബബ്ബെ. അപ്പോൾ പല ആൾക്കാരും ഇവരുടെ മുഖത്തിൻ്റെ ഒരു സംഭവം മാറ്റം എന്തോ ക്ഷീണമൊക്കെ കണ്ടിട്ട് ചോദിച്ചപ്പോഴാണ് അവരത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, അതിനുശേഷം ഒരു ഹീലിംഗ് സെക്ഷൻ വരെ എടുത്തു. അതായത് ഈ ഒരു സംഭവം അവർക്ക് ഉണ്ടായി, ചീറ്റ് ചെയ്യപ്പെട്ടു, അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി, ഇതെല്ലാം അത് സ്വാഭാവികമായിട്ട് തകർന്നു പോയി. അതിന് ഹീലിംഗ് സെഷനൊക്കെ എടുത്തു. അതിനുശേഷം ആ സെഷനകത്ത് അവരെ മെൻ്റലി ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മളത് ചെയ്യണം. ഞാനും പറയുന്നത് പല സമയങ്ങളിലും പല ആൾക്കാരും അവർക്ക് മാനസികമായിട്ട് ചില വേദന ഉണ്ടായി. നമുക്ക് ശരീരത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന വിചാരിക്കാം, നമുക്ക് എന്തെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടായി, അതിന് നമുക്ക് മെഡിസിൻ കഴിച്ചാൽ മാറും. മനസ്സിനുണ്ടായ പ്രശ്നം എല്ലാം മെഡിസിൻ കഴിച്ച് മാറ്റാൻ പറ്റത്തില്ല. അതിന് തീർച്ചയായിട്ടും വേണ്ടത് ഒരു നല്ലൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയൊക്കെ ഒരു അഡ്വൈസ് ഒക്കെ എടുക്കുക. അവരോട് പറയുക, തുറന്ന് പറയുക, ഇതാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ അവർ കൊടുക്കുന്ന ആ ഒരു സംഭവത്തിലൂടെ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അതെടുക്കണം. അത് വളരെ നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് പറയും. ഇവിടെ കല്യാണം ചെയ്തിരിക്കുന്നത് കറക്റ്റ് വേ ആണ് എല്ലാം. സീരിയസ്ലി ഇതിനകത്ത് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ, അവരെ വിമർശിക്കാൻ എനിക്ക് ഇല്ല. ബട്ട് ഇതിനകത്ത് ആകെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ വിശ്വസിച്ച് പോയ സ്ഥാപനത്തിന് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അവർ അറിയാതെ പോയി. അതോടൊപ്പം തന്നെ ചീറ്റ് ചെയ്യപ്പെട്ട സ്ഥാപനത്തിൻ്റെ പേര് എന്താണ്? Therefore I am. ഇതിനകത്ത് എവിടേക്ക് കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. Therefore I am ആണോ? ഒരുപാട് പേര് ഈ ഒരു സ്ഥാപനത്തിനെതിരെ കമൻറ്റ് ബോക്സിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും സമാധാനം, എല്ലാവരും തിരക്കായിരുന്നു. വിശേഷം ഉണ്ടോയെന്നറിയാൻ ചേച്ചി എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ അഡ്വൈസ്. തിരക്ക് വിശേഷമായിരുന്നു. എന്തോ വിശേഷം മീൻസ് വാട്ട്? വിശേഷമായോ എന്ന് തിരക്കായിരുന്നു. എന്ത് വിശേഷം അറിയാമോ? മീൻസ് എന്താ വിശേഷം? എന്താ ഇന്നോട് നോക്കട്ടെ. ഇപ്പോൾ ആണ് എല്ലാവർക്കും സമാധാനം, എല്ലാവർക്കും തിരക്കായിരുന്നു. വിശേഷം ഉണ്ടോയെന്നറിയാൻ. വിശേഷമോ എന്ന് വെച്ചാൽ വിശേഷം. ചേച്ചി എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കരുത് കേട്ടോ, എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല കേട്ടോ, ഹാപ്പി ആയിരിക്കും. സോ അത് വേറെന്തോ ഉദ്ദേശിച്ച് പറഞ്ഞാണെന്ന് തോന്നുന്നു. വിശേഷം ഇതെവിടെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ വിശേഷം. ഓക്കെ, എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്. നല്ല കാര്യം. കല്യാണം ഇപ്പോൾ പ്രോപ്പർ വേ ആണെന്ന് മനസ്സിലാക്കുന്നു. എല്ലാം മറന്നേക്ക്. ചീറ്റിംഗ് അനുഭവമുള്ള നമ്മൾ അടിമുടി തകർക്കും എങ്കിലും ചീറ്റിംഗ് അനുഭവം നമ്മളെ അടിമുടി തകർക്കും എങ്കിലും വീട്ടുകാർ കൂടെ ഉള്ളപ്പോൾ അതൊക്കെ വിട്ടുകളണം. 10 കോവയ്ക്ക് അരിഞ്ഞ് മെഴുക്ക് പുരട്ടി വയ്ക്കും കല്യാണി. അല്ല പിന്നെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പണ്ട് നമ്മൾ ഈ പുള്ളിക്കാരത്തിയെ ഈ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് മെഴുക്ക് പുരട്ടിയാണ് പ്രധാന സംഭവം. സോ കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ സീരിയസ്ലി കൺസ്യൂമർ കോർട്ടിൽ ഫയൽ ചെയ്യും. നല്ല കാര്യം. ഹലോ ഗൈസ്, ഹീലിങ്സ് എന്ന് പറയുന്നത് നല്ല കാര്യം ആണ്. ഓക്കെ, സോ പുള്ളിക്കാരത്തിയെല്ലാം BDS ഒരാൾ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി ഒന്നും എനിവേ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. മറ്റാരും പറ്റിക്കപ്പെട്ട ചേച്ചി എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് പറയണം. അത് പറയണം തീർച്ചയായിട്ടും. മറ്റുള്ളവർ കബളിപ്പിക്കപ്പെടാതിരിക്കട്ടെ. കല്യാണ ചേച്ചിയുടെ കൂടെ സെർവൻ്റാണോ ഉള്ളത്? അതൊക്കെ എന്തൊക്കെ അറിയുന്ന ആൾക്കാർക്കല്ലേ. എനിവേ, അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ ഈ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അഡ്രസ്സ് ചെയ്തേക്കുന്ന കാര്യം വളരെ വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സമൂഹത്തിൻ്റെ അകത്ത് കുറേ ആൾക്കാരെ നിരന്തരം പറ്റിക്കുന്ന രീതിയിൽ യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ തുറന്നു വച്ചേക്കുന്ന ആ ക്ലിനിക്ക് എന്താണെങ്കിലും തീർച്ചയായിട്ടും അത് ഒരു തരത്തിലും അത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പാടില്ല. അത് ആരാണ് നടത്തുന്നത്, അവർ ഈ കല്യാണി അടക്കം അനവധി പേരെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കല്യാണി ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഫുൾ വീഡിയോ ചെയ്യുക തന്നെ വേണം. കൂടുതൽ ആൾക്കാർക്ക് അതിൻ്റെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുമ്പോൾ അവരാരും ചെന്ന് ചതിക്കപ്പെടാതിരിക്കട്ടെ. മുൻപ് നമ്മൾ ഇതിനെക്കുറിച്ച് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഏതോ ഒരു പെൺകുട്ടി പണ്ട് ട്രിവാൻഡ്രത്ത് ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് എന്തോ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അതിൻ്റെ മുഖത്ത് തന്നെ നിന്ന് പ്രശ്നം തോന്നും. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ചാനലുണ്ട്, മെയിൻ ചാനലിൽ. അന്ന് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തു. അതിനുശേഷം ആ ഒരു സ്ഥാപനത്തിൻ്റെ ആൾക്കാർ എന്നെ കുറേ ഇതൊക്കെ പേടിപ്പിക്കാനൊക്കെ നോക്കിയായിരുന്നു. പേടിക്കുന്നതെന്ന് കണ്ടപ്പോൾ പിന്നെ വിട്ടുപോയി. സോ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. സോ എന്തായിരുന്നാലും ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞു നിർത്തുന്നത്, നിങ്ങൾ ഈ മുഖത്ത് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ അത് വളരെ സൂക്ഷിക്കുക. അത് ഉണ്ടാക്കി തരുന്ന റിയാക്ഷൻസ് പ്രസൻ്റ്ലി ആയിരിക്കത്തില്ല, ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കും. അത് ഇന്ന് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ നിങ്ങളിവിടെ വച്ചേക്കും.
അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ആഫ്റ്റർ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന നെഗറ്റീവ്സ് കുറേ കാലം കഴിയുമ്പോൾ കിട്ടി തുടങ്ങും. അന്ന് ചിലപ്പോൾ നമുക്ക് തിരിച്ചു വരാൻ പോലും പറ്റാത്ത രീതിയിലാവും. ചില ആൾക്കാരുടെയൊക്കെ മുഖം കുറേ നാൾ നല്ല രീതിയിൽ ഈ ഫേസിലൊക്കെ ക്രീമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സുപ്രഭാതം കഴിയുമ്പോഴേക്കും മുഖം അങ്ങ് കറക്കും. ഈ കറുത്ത മുഖത്തിന് പിന്നെ ഒരിക്കലും അവർക്ക് വെളുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പല തരത്തിലുള്ള മാനസിക അവസ്ഥയിലേക്ക് കടന്നുപോയ ആൾക്കാരുണ്ട്. അവരുടെ മൊത്തത്തിൽ ഇന്നർ പീസ് തന്നെ പോകും. അവർക്ക് അവരുടെ ഫേസ് കണ്ണാടിയിൽ കാണുന്ന സമയത്ത് അവർക്ക് തന്നെ തോന്നുന്നു എൻ്റെ പോയി ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ ഇങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ കോൺഷ്യസ് ആയിട്ട് നടന്നവരാ. ബട്ട് പിന്നീട് അത് ഫ്യൂച്ചറിൽ വരും. കാരണം അതൊക്കെ നമുക്കിപ്പോൾ നോക്കാം, സോഷ്യൽ മീഡിയക്കകത്ത് അങ്ങനെ ഒരുപാട് പേര് എനിക്ക് വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ആ പർട്ടിക്കുലർ ക്രീമിൻ്റെയൊക്കെ എന്തൊക്കെയോ പേര്, അങ്ങനെയൊക്കെയുള്ള കുറേ ക്രീമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ ഈ പറഞ്ഞ സെയിം സെറ്റപ്പ്, മുഖം കറുത്തത്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഞാൻ സീരിയസ്ലി പറയാം. നിങ്ങൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം. നിങ്ങൾക്ക് മുഖത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നോ, ഈ എന്തെങ്കിലും സംഭവം, എൻ്റെ മുഖത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കാണും, ഇവിടെയൊക്കെ ഉണ്ട് കളർ ഡിസ്കളറേഷൻ, ഇങ്ങനെ പോയിന്റ് പോലെ മാർക്കുകളൊക്കെ കിടപ്പുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ഇത് കണ്ട് നിങ്ങളൊക്കെ ആണെങ്കിൽ ഓടിപ്പോയിട്ട് ഏതെങ്കിലും ഒരു എന്താണ് ഒരു സോക്കോൾഡ് ഇൻഫ്ലുവൻസർ പറയുന്ന സാധനം കേട്ടിട്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ ഇത് കണ്ടില്ലേ ബ്ലാക്ക് സ്പോട്ട് ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ എൻ്റെ മുഖത്ത് ഈ ബ്ലാക്ക് സ്പോട്ട് ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാറ് കൂടിയില്ല. പക്ഷേ ചിലർ അങ്ങനെയല്ല, വളരെ ഹൈലി കോൺഷ്യസ് ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന ഈ ക്രീം വാരി പുരട്ടുകയല്ല, നിങ്ങൾ നേരെ പോകേണ്ട ഒരു ഡോക്ടറെ കാണാനാണ്. നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണണം, ഓതറൈസ്ഡ് ഡെർമറ്റോളജിസ്റ്റിനെ കാണണം, കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം, നല്ല പ്രോപ്പറായിട്ട് ഉറങ്ങണം, നല്ല രീതിയിൽ വെള്ളം കുടിക്കണം, ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ബോഡി എപ്പോഴും. പിന്നെ അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ മറ്റേ ഇതുണ്ടല്ലോ ഈ ഷുഗർ മറ്റത് മറിച്ചതിൻ്റെ അളവൊക്കെ വളരെ കുറയ്ക്കണം. ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് സെറ്റാവാൻ പറ്റും. സോ കല്യാണിക്ക് നീതി കിട്ടട്ടെ. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യപ്പെടുത്താം. നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങളുണ്ടോ? ഉണ്ടോ പറ. തെറ്റ് ചെയ്തോ പറ. മറ്റേ ഇതിനകത്ത് അടുത്ത വീഡിയോ കാണുന്നത് ഗൈസ്. ബൈ.